നമ്മളുടെ ഒരു ദിവസം എങ്ങനെ നന്ദിയുള്ളതായിരിക്കാം, എങ്ങനെ ഗ്രേറ്റ്ഫുള്ളോടുകൂടെ നമ്മളുടെ ഒരു ദിവസം നമുക്ക് കൊണ്ടുപോകാം എന്ന ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് ചോദിക്കും, എന്താണ് ഈ ഗ്രേറ്റ്ഫുൾ, എന്താ ഈ ഗ്രേറ്റ്ഫുൾ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ചോദ്യമൊക്കെ നമുക്കിതിൽ വരും അല്ലേ. ഗ്രേറ്റ്ഫുൾ ആയിരിക്കാന്ന് വെച്ചാൽ നന്ദിയോടെ കൂടി ഇരിക്കുക. നമ്മുടെ ആൾക്കാരൊക്കെ, അമ്മമാരും നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, നമുക്ക് സഹായം ചെയ്ത ആൾക്കാരോട് നമുക്ക് നന്ദി എന്നും ഉണ്ടാവണം, എന്നും നമ്മൾ ഓർക്കണം, നന്ദി ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. സിമ്പിൾ അത് തന്നെയാണ് ഈ കാര്യവും. ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, എല്ലാത്തിനോടും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, നന്ദിയോടിരിക്കുക. നമ്മൾക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഈശ്വരൻ അഥവാ യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യത്തിനോടും നമ്മൾ നന്ദി ഉണ്ടായിരിക്കുക, നന്ദിയോടിരിക്കുക. നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള എല്ലാ സമൃദ്ധികൾക്കും നമുക്ക് നന്ദി ഉണ്ടാവണം അല്ലേ. അത്രയേ ഉള്ളൂ. ശരിക്കും ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് ഉള്ളതിനെക്കുറിച്ച് നമ്മൾ ഓർക്കാൻ ശ്രമിക്കും, ഇല്ലായ്മയെക്കുറിച്ച് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഒരു ഡേ എങ്ങനെ നമുക്ക് നന്ദിയായിട്ടിരിക്കാം. പല ആൾക്കാരും വിചാരിക്കും, നമ്മൾ എങ്ങനെയാണ് ഇതിപ്പോൾ നന്ദിയായിട്ടിരിക്കുക, കാരണം എൻ്റെ ദിവസം ഇന്ന് എന്താണെന്ന് പറയുക, ഇന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, എനിക്കിപ്പോൾ ഇതിൽ എന്താ നന്ദി ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കരുതേ. കാരണം ഒരു ദിവസം ഇന്ന് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്ക്, നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ അതിലൊരു കാര്യമുണ്ട്. കാരണം നമ്മൾക്ക് ഉണരാൻ സഹായിച്ച ഈശ്വരനോട് നമ്മൾ നന്ദി പറയണം. എത്ര പേർക്ക് കാലത്ത് രാവിലെ എണീക്കാത്ത ആൾക്കാർ എത്ര പേരുണ്ട് അല്ലേ. അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാലത്ത് എണീച്ചു, നമുക്ക് നന്നായിട്ട് ശ്വസിക്കാൻ കഴിയുന്നു, നമുക്ക് നന്നായിട്ട് നടക്കാൻ കഴിയുന്നു, ഇതിനൊക്കെ നന്ദിയുണ്ട്. ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ദിവസം പറഞ്ഞ് തീരാത്ത അത്ര നന്ദി നമ്മുടെ ലൈഫിലുണ്ട്. നമ്മളത് ആരും ഓർക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം എങ്ങനെ ഗ്രേറ്റ്ഫുൾ എന്ന ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ദിവസത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോൾ എല്ലാ ദിവസവും 365 ദിവസവും നമുക്കിതൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരും. എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വരണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തോടു കൂടിയാണിത് ഞാൻ പറയണത്. അപ്പോൾ കാലത്ത് ഉണരുന്ന മുതൽ നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ ഈശ്വരനോട് നന്ദി പറയാം. നമ്മളുടെ ഏത് ഈശ്വരനാണോ ആ ഈശ്വരനോട്, അല്ലെങ്കിൽ ഈശ്വരനില്ലെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി പറയാം. അതുപോലെ നമുക്ക് കഴിക്കാൻ നമുക്ക് നൽകുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കും അമ്മ രാവിലെ എനിക്ക് കുക്ക് ചെയ്ത് ഫുഡ് അല്ല. ആ അരിമണികൾക്ക് ഒരു കർഷകൻ അത് അവിടെ നിന്ന് എടുത്ത് ട്രാവൽ ചെയ്ത് അത് ഏതാണോ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത് വരെ ഒരുപാട് ആൾക്കാർ അതിന്മേൽ പുറകിൽ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം, നമുക്ക് ഈ ഈശ്വരൻ ഇത്രയും അതിൻ്റെ പുറകിൽ പണിയെടുത്തുള്ളവരോടൊക്കെ നമ്മൾ നന്ദി പറയുന്നത് നമ്മുടെ തീരില്ല ഒരു ദിവസം. അപ്പോൾ നമുക്കൊരിക്കലും അപ്പോൾ എന്തിനൊക്കെ നന്ദി പറയണമെന്ന ചോദ്യം അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഓർക്കുക, ഓരോ ദിവസവും നമ്മളുടെ ഓരോ കാര്യങ്ങൾ ഉറങ്ങുന്നത് വരെ നമ്മളെ നമ്മളറിയാതെ തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇവൻ നമ്മൾക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ കാലത്ത് ജോബുള്ളവർക്ക് എവിടേക്കാണ് ഓഫീസിലേക്ക് പോകാൻ ഉപയോഗിച്ച റോഡിൽ പണിയെടുത്ത ആൾക്കാർ, ഇങ്ങനെ ഒത്തിരി പേര് നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ഓർക്കാറുമില്ല, നമ്മൾ ടെൻഷൻസിനും ഇടയിൽ നമ്മളിതൊന്നും ഓർക്കാറില്ല. പക്ഷെ നമ്മളത് ഓർക്കണം. ഓർക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ലൈഫ് അബണ്ടൻസിലേക്ക് മാറും. നമ്മൾ ഈ പ്രകൃതിയോട് കണക്റ്റഡായിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ദിവസത്തെ നന്ദി എന്ന് പറയുന്നത്, ഒരു ദിവസം ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളത് കണ്ടെത്തണം. അതിൽ ഞാൻ പറഞ്ഞത് കാലത്ത് എഴുന്നേൽക്കുന്ന മുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ പുറകിൽ അധ്വാനിച്ചിട്ടുള്ള ആൾക്കാരോട് നമ്മൾക്ക് നന്ദിയുണ്ട്. അതുപോലെ നമ്മളെ സഹായിക്കുന്ന ഓരോ കാര്യങ്ങൾ, നമ്മൾ 3 നേരം ഫുഡ് കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ നമ്മളെ സഹായിക്കുന്ന, ഇന്ന് ഇപ്പോൾ വീട്ടമ്മയാണോ ഇരിക്കുന്നത്, ഞാൻ വീട്ടിലിരിക്കുന്നു, എന്നെയൊന്നും പ്രത്യേകിച്ച് ആരും സഹായിക്കും, ഞാൻ തന്നെയാണല്ലോ പണിയൊക്കെ എടുക്കണേ എന്ന് ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾക്കത് ചെയ്യാൻ തന്നിട്ടുള്ള ആരോഗ്യത്തിന് നന്ദി പറയണം. നമ്മൾക്ക് ശ്വസിക്കാൻ, നമുക്ക് ബ്രീത്ത് ചെയ്യുന്ന ഈ പ്രകൃതിയോട് നന്ദി പറയണം, ഈ കാറ്റിനോട് നന്ദി പറയണം, ഈ മഴയോട് നന്ദി പറയണം. വെള്ളം എവിടെ നിന്നാണ് വരുന്നത്, വെള്ളത്തിനെ ബേസ് ചെയ്തിട്ട്, ഇങ്ങനെ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം
ഈ ഒരു ദിവസം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇങ്ങനെ ഒരു ചാലഞ്ച് എന്ന രീതിയിൽ ഒരു 21 ഡേയ്സ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രേറ്റ്ഫുള്ളി ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ 21 ദിവസത്തെ ചാലഞ്ച് പോലെ നമ്മൾ ആ 21 ദിവസം കഴിയുമ്പോൾ നമ്മളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. സെൽഫ് റിയലൈസ് ചെയ്യുക നമ്മളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ ഉള്ളതിനെക്കുറിച്ച് നമ്മൾക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും. Thank you.